ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങ വറുത്ത് അരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി ചിക്കൻ കറി കഴിക്കുന്നുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. അതിനുശേഷം ചീഞ്ചട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും മിക്സ് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കൈ എടുക്കാണ്ട് ഇളക്ക് തന്നെ വേണം കേട്ടോ. തീ കുറയ്ക്കണമെങ്കിൽ നമുക്കൊന്ന് കൈയൊക്കെ ഒന്ന് മാറ്റി ചെയ്യാം. നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ടെങ്കിലാണ് ഇഞ്ചിരിയും വെളുത്തുള്ളിരിയും നല്ല ഫ്ലേവർ കറിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് അതവിടെ റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടിലേക്ക് ആദ്യം തന്നെ ഒരു 5 ചെറിയ കറുവപ്പട്ട, 2-3 കഷ്ണം ബേ ലീഫ്, 3-4 ഗ്രാമ്പു എന്നിവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 3/4 കപ്പ് തേങ്ങയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി 4 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി മുളകാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ കുരുമുളക് ചേർത്തില്ല. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവും കറിക്ക്. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണോണ്ട് എരിവ് കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പെരുംജീരകം ഒരു 1.5 ടീസ്പൂൺ ചേർത്തു, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്, കാരണം ചീഞ്ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയിലിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതിയായിരിക്കും കേട്ടോ. അവസാനം അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് സബോള ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. സബോള നല്ലതുപോലെ വഴണ്ട് വരണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ലതുപോലെ വഴണ്ട് വന്ന സബോളയിലേക്ക് നമ്മിനി കഴുകി അരിഞ്ഞെടുത്ത തക്കാളി, ചെറുതാണെങ്കിൽ 3 വലുതാണെങ്കിൽ ഒരു 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി വേഗം വെന്ത് കിട്ടും. തക്കാളി വെന്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചിക്കൻ ചേർക്കാം കേട്ടോ. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തക്കാളി വെന്തതിന് ശേഷം അതിലേക്കിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ആ സമയം തന്നെ നമുക്കതിലേക്ക് അരപ്പും കൂടി ചേർക്കാം കേട്ടോ. ചിക്കൻ ചേർത്തതിന് ശേഷമാണ് അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്ക് ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് കാണും. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്, കാരണം അരപ്പ് നല്ലതുപോലെ കട്ടിയാകും. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടെങ്കിൽ നല്ല കുറുകി ഇത്തിരി വെള്ളത്തോടു കൂടി കട്ടിയിലായിരിക്കും നമ്മുടെ കറി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ മനസ്സിലാവും കറി ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. എന്നും ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ നിന്നും ഒരു വ്യത്യസ്ത രുചിയായിരിക്കണം ഈ കറിക്ക് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂറോളം ഇനി അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ വേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കറി ഓഫ് ചെയ്യണം കേട്ടോ. ശരിക്കും മല്ലിയിലയുടെ ആവശ്യമില്ല നാടൻ കറി ആയതുകൊണ്ട്. ഞാൻ എന്നാലും മല്ലിയില ചേർത്തുന്നുള്ളൂ, ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി.